എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 9th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്റർ, ഗദ്യത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ എവറസ്റ്റ് മേരി ശിഖർ യാത്ര ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ബച്ചേന്ദ്രി പാലാണ്. ബച്ചേന്ദ്രി പാലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ലേഡിയാണ്. തൻ്റെ അനുഭവ കഥ തന്നെയാണ് ഇതിൽ കൂടി പറയുന്നത്. മൗണ്ട് എവറസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് പിന്നെ അതിൽ എത്തുന്ന വരെയുള്ള യാത്ര, അതിനെക്കുറിച്ച് തന്നെയാണ് ഇതിൽ വിവരിക്കുന്നത്. അപ്പം നമുക്ക് ചാപ്റ്റർ നോക്കാം. മേരി ശിഖർ യാത്ര. ശിഖർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീക്ക്. അപ്പോൾ പീക്കിലേക്കുള്ള എൻ്റെ യാത്ര. एवरेस्ट अभियान दल 7 मार्च को दिल्ली से काठमांडू के लिए हवाई जहाज़ से चल दिया. എവറസ്റ്റ് അഭിയാൻ ദൽ, അഭിയാൻ എന്ന് പറഞ്ഞാൽ ക്യാമ്പയിൻ, ദൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. അപ്പോൾ ആ ക്യാമ്പയിനുള്ള ആ ഗ്രൂപ്പ് അവരെല്ലാവരും 7th മാർച്ചിന് ദില്ലി സെ കാഠ്മണ്ഡു കെ ലിയെ, ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ഹവായി ജഹാസെ ചൽ ദിയ, എയ്റോപ്ലെയിനിൽ പോയി. കാഠ്മണ്ഡു ഏതാ സ്ഥലം? നേപ്പാളിൻ്റെ ക്യാപിറ്റലാണ് കാഠ്മണ്ഡു. അപ്പോൾ ഇതെവിടെയാണ്? നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലാണ്. ഏകദേശം ഉത്തരാഖണ്ഡ്, UP അങ്ങനെയൊക്കെ ഹിമാലയ അടുത്ത് വരും. അങ്ങനെ ആ ബോർഡറിലായിട്ടാണ് നേപ്പാൾ വരിക. एक मजबूत अग्रिम दल बहुत पहले ही चला गया था. ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഗ്രിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇതിലെല്ലാം അറിവുള്ള ഒരു ഗ്രൂപ്പ് ആദ്യമേ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ജിസ്സെ കി വഹ ഹമാരെ ബേസ് ക്യാമ്പ് പഹുഞ്ചനെ സെ പെഹലെ ദുർഗം ഹിമപാത് കെ രാസ്തേ കോ സാഫ് കർ സക്കെ. അവരെന്തിനാണ് പോയത്? അവരാദ്യം പോയത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ബേസ് ക്യാമ്പ് എത്തുന്നതിന് മുമ്പ് പറഞ്ഞാൽ ഇവർ ബേസ് ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് അതിലേക്കുള്ള ആ വഴികൾ, ദുർഗം ഹിമപാത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുർഗം എന്ന് പറഞ്ഞാൽ ദുർഘടം പിടിച്ചാന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ഖരാബ് റസ്ത എന്ന് പറയാം. പറഞ്ഞാൽ അവിടെ എല്ലാം സ്നോ ഒരുപാടായിരിക്കും, മഞ്ഞ് ഒരുപാടായിരിക്കും, അതാണ് ഹിമപാത്. വഴിയിലെല്ലാം മഞ്ഞ് വീണ് കിടക്കുന്നുണ്ടാവും. പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ചെറിയ ചെറിയ പീസുകളൊന്നും ആയിരിക്കില്ല, വലിയ വലിയ പാറ പോലുള്ള, അങ്ങനെ നമുക്ക് അങ്ങോട്ടൊന്നും പോവാൻ പറ്റാതെ തടസ്സം പിടിച്ച വഴികളായിരിക്കും. അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റി വഴിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ആദ്യമേ തന്നെ പോയിട്ടുണ്ട്. റാസ്തേക്കോ സാഫ് കർ സക്കെ, ആ വഴിയെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പോകാൻ പാകത്തിലാക്കിയിടണം. അതിന് വേണ്ടിയിട്ട് ബേസ് ക്യാമ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഈ മൗണ്ടനിയറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ചെയ്യുന്ന സ്ഥലമാണ് ബേസ് ക്യാമ്പ്. പറഞ്ഞാൽ അവർക്ക് വേണ്ട ഫുഡോ ഷെൽട്ടർ അവിടെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇടയിൽ കയറുമ്പോൾ ടെൻ്റൊക്കെ കെട്ടില്ലേ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളും ഒക്കെ സപ്ലൈ ചെയ്യുന്ന, എല്ലാ വിധത്തിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണ് ബേസ് ക്യാമ്പ്. ഈ ബേസ് ക്യാമ്പ് എന്നാണ് എല്ലാം ചെയ്തു കൊടുക്കുക. പറഞ്ഞ എന്താണ്? പഹാഡ് ചढ़ने वालों को जो भी चीज़ों की ज़रूरत है, जैसे कि खाना पीना या जो भी शेल्टर्स, मतलब रहने के लिए जो भी चाहिए, वो सब वहाँ पर बेस कैंप में इंतज़ाम होता है എന്ന് പറയാം. നംചെ ബസാർ ഷേർപാലൻഡ് കാ ഏക സർവാധിക് മഹത്വപൂർണ്ണ നാഗരിക ക്ഷേത്ര ഹെ. നംചെ ബജാർ അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഷേർപാലൻഡ് അതും ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. പറഞ്ഞാൽ ഈ ഷേർപാലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നംചെ ബജാർ. അപ്പോൾ അത് ഏക് സർവാധിക് മഹത്വപൂർണ്ണ നാഗരിക ക്ഷേത്ര ഹെ. പറഞ്ഞാൽ ഒരു സർവാധികം, അവിടത്തേക്ക് അപേക്ഷിച്ചിട്ട്, ആ ഏരിയ അപേക്ഷിച്ചിട്ട് ഒരു വലിയ സ്ഥലം, നഗരമാണ്, ഒരു ടൗണാണത്. അധികാംശ ഷേർപ്പ ഇസി സ്ഥാൻ തഥാ യഹീ കെ ആസ്പാസ് കെ ഗാവോं के होते हैं. അധികാംശ ഷേർപ്പ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. കുറച്ച് ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അവരെല്ലാം ഷേർപ്പ എന്ന് പറയും. പറഞ്ഞാൽ അത് ആ ഹിമാലയത്തിൻ്റെ ആ ബോർഡറിൽ ടിബറ്റ്, നേപ്പാളൊക്കെ പറയില്ലേ, അവിടെയൊക്കെ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഷേർപ്പ. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ മുഴുവനും ഷേർപ്പ എന്നാണ് പറയുക. അവർ ഇസി സ്ഥാൻ തഥാ യഹീ കെ ആസ്പാസ് കെ ഗാവ്മേ, ആ സ്ഥലത്തോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ ആണ് താമസിക്കുന്നത്. यह नमचे बाजार ही था जहाँ से मैंने सर्वप्रथम എവറസ്റ്റ് को നിഹാര. ഈ നംചെ ബജാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ആരാണ് ഉദ്ദേശിക്കുന്നത്? ബചേന്ദ്രി പാൽ. സർവപ്രഥം, ഏറ്റവും ആദ്യമായിട്ട് എവറസ്റ്റ് കോ നിഹാര, എവറസ്റ്റിനെ നല്ലപോലൊന്ന് നോക്കിക്കണ്ടത്. നിഹാർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് നോക്കുക, ധ്യാനപൂർവ്വക് ദേഖന എന്ന് പറയാം, താക്ന എന്നൊക്കെ പറയാം ഹിന്ദിയിൽ ഈ ഒരു വേർഡ്. അപ്പോൾ അവിടെ നിന്നാണ്, ആ സ്ഥലത്തു നിന്നാണ് ഞാൻ നന്നായിട്ട് എവറസ്റ്റിനെ ഒന്ന് നോക്കി മനസ്സിലാക്കിയത്, കണ്ടത്. ജോ നേപ്പാളിയോ മേ സാഗർ മാത കെ നാം സെ പ്രസിദ്ധ ഹെ. അതിനെ സാഗർ മാത എന്നാണ് നേപ്പാളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പറഞ്ഞാൽ എവറസ്റ്റിൻ്റെ പീക്കിനെ, ആ ശിഖരത്തിനെയാണ് നേപ്പാളികൾ സാഗർ മാത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മുझे യഹ് നാം അച്ഛാ ലഗ, എനിക്ക് ഈ പേര് നല്ല ഇഷ്ടമായി.
എവറസ്റ്റ് की तरफ गौर से देखते हुए എവറസ്റ്റിനെ ഞാൻ ഗൗർ से देखना എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക, ധ്യാൻപൂർവ്വക് देखना അല്ലെങ്കിൽ ധ്യാൻ से देखना, അങ്ങനെ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് मैंने एक भारी बर्फ का एक बड़ा फूल प्लूम देखा. പിന്നെന്താ കണ്ടത്? ഭാരി ബർഫ് കാ, ഭാരി എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള, നല്ല ഭാരമുള്ള ഹെവി ആയിട്ടുള്ള ഐസിൻ്റെ ഒരു വലിയ ഫൂൽ. പ്ലൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു കഷ്ണം എന്നർത്ഥം. പ്ലൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ബേർഡിൻ്റെ ഫെദറിനെ, ചിടിയാക്ക പങ്ക് എന്നൊക്കെ പറയാം, കുറച്ച് കളർഫുള്ളായിട്ടുള്ള പങ്കിനെ, ചിറകിനെയൊക്കെ പറയും. പക്ഷേ അതുപോലെ ഉദ്ദേശിക്കണം. അതുകൊണ്ട് കുറച്ച് കളേഴ്സൊക്കെ പോലെ കാണുന്ന ഒരു വലിയ ഐസിൻ്റെ കഷ്ണം കണ്ടു. ജോ പർവ്വത് ശിഖർ പർ ലഹരാത്ത എക് ധ്വജ് സാ ലഗ് രഹാ താ. അതെങ്ങനെയാണ് കാണപ്പെട്ടത്? പർവ്വത് ശിഖർ പർ, പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ ഏറ്റവും മുകളിൽ, ലഹരാത്ത ഹുവ, ഇങ്ങനെ പറക്കുന്ന, ധ്വജ് സാ ലഗ് രഹാ താ, ഒരു ഫ്ലാഗ് പോലെ കാണുന്നുണ്ടായിരുന്നു, ഒരു കൊടി പോലെ കാണുന്നുണ്ടായിരുന്നു. മുझे बताया गया कि यह दृश्य शिखर की ऊपरी सतह के आसपास 150 किलोमीटर अथवा इससे भी अधिक की गति से हवा चलने के कारण बनता था. मुझे बताया गया, എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. എന്താ പറഞ്ഞു കൊടുത്തത്? യഹ് ദൃശ്യ, ഈ ദൃശ്യം, ഈ പതാക പോലെ കാണുന്ന ദൃശ്യം, ശിഖർ കി ഊപ്പറി സതഹ് കെ ആസ്പാസ്, ആ ശിഖരത്തിലെ, ആ പീക്കിലെ, ഊപ്പറി സതഹ്, ഏറ്റവും മുകളിലുള്ള ലെയർ, സതഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെയർ, അതിൻ്റെ അടുത്തുള്ള 150 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇസ്സെ ബി അധിക, അതിലും കൂടുതലോ ഉള്ള, ഗതിസെ ഹവാ ചലനേക്ക് കാരൻ ബൻതാത്ത, പറഞ്ഞ 150 കിലോമീറ്റേഴ്സോ അല്ലെങ്കിൽ മോർ ദാൻ 150 കിലോമീറ്റർ സ്പീഡിൽ പിന്നെ കാറ്റ് വീശുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത് എന്നെനിക്ക് പറഞ്ഞു തന്നു. ക്യൂങ്കി തേജ് ഹവാ സേ സൂഖ ബർഫ് പർവ്വത് പർ ഉഡ്താ രഹതാ താ. വളരെ ശക്തിയായിട്ടുള്ള കാറ്റിൽ എന്താണ്? സൂഖ ബർഫ്, ഡ്രൈ ആയിട്ടുള്ള ഐസ് കഷ്ണങ്ങൾ, പർവ്വത് പർ ഉഡ്താ രഹതാ, ആ പർവ്വതത്തിൻ്റെ മേലെ പറന്ന് നടക്കും എന്നാണ് പറയുന്നത്. ഐസ് കഷ്ണങ്ങൾ പറന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രമാത്രം കാറ്റിന് ശക്തി ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം നമുക്ക്. പറഞ്ഞാൽ 150 കിലോമീറ്റർ അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? ഭയങ്കര ശക്തിയായിട്ടുള്ള കാറ്റാണ്. പറഞ്ഞാൽ നമ്മളൊക്കെ പറന്നു പോകും, അതുപോലുള്ള കാറ്റാണ്. അതുകൊണ്ടാണ് ഐസ് കഷ്ണങ്ങളും അവിടെ പറന്ന് നടക്കുന്നത്. ബർഫ് കാ യഹ് ധ്വജ് 10 കിലോമീറ്റർ യാ ഇസ്സെ ബി ലംബാ ഹോ സക്താ താ. ഐസിൻ്റെ ഈ ഫ്ലാഗ് പോലെ കാണപ്പെടുന്ന കഷ്ണം 10 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ നീളമുള്ളതായിരിക്കാം. 10 കിലോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വീടെത്തണ ദൂരം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ദൂരം ആലോചിച്ച് നോക്കിയാൽ മതി. ഏകദേശം 10 കിലോമീറ്റർ അത്രയും ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയും നീളമുള്ളതാണ് ആ ഐസിൻ്റെ കഷ്ണം എന്നാണ് പറയുന്നത്. ശിഖർ പർ ജാനെ വാലെ പ്രത്യേക വ്യക്തിക്കോ, ആ പീക്കിൽ പോകുന്ന ഓരോ വ്യക്തിക്കും ദക്ഷിൺ പൂർവി പഹാഡി പർ, സൗത്ത് ഈസ്റ്റ് സൈഡിലുള്ള ആ പർവ്വതത്തിലെ ഇൻ തൂഫാനോക്കോ ജേൽന പड़ता था. ഈ തൂഫാൻ, ഈ കൊടുങ്കാറ്റിനെ സഹിക്കേണ്ടി വരും. ജേൽന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹൻ കർണ, സഹിക്കുക. അപ്പോൾ ആ ദക്ഷിണി പൂർവി ആ സൈഡിലുള്ള തൂഫാൻ, ആ സൈഡിലുള്ള കാറ്റ് എന്താണ്? ഇത്രയും ശക്തിയുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോകുന്ന ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും സഹിക്കേണ്ടി വരും. വിശേഷ്കർ ഖരാബ് മൗസമേ, പ്രത്യേകിച്ചും എന്താണ്? മോശം കാലാവസ്ഥ ഉള്ള സമയത്ത്. യഹ് മുझे ഡറാനെ കെ ലിയെ കാഫി താ, എന്നെ പേടിപ്പിക്കാൻ ഇത് തന്നെ ധാരാളമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കെന്നെ കേൾക്കുമ്പോൾ പേടി തോന്നുന്നില്ലേ? 150 കിലോമീറ്റർ സ്പീഡിലേക്കുള്ള കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കാനേ പറ്റില്ല, പറന്നു പോകും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നി. ഫിർ ഭി മേ എവറസ്റ്റ് കെ പ്രതി വിചിത്ര രൂപ് സേ ആകർഷിത്തി. എന്നായാലും എന്താണ്? എവറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ആയിരുന്നു, ഒരു വേറിട്ട അട്രാക്ഷൻ ആയിരുന്നു. ഇസ്കി കഠിനതം ചുനോത്തിയോ കാ സാമന കർണ ചാഹത്തി തി. ഇതിന് വേണ്ടിയിട്ടുള്ള എന്ത് കഠിനതകളുള്ള, ചുനോത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുവിളികൾ എന്ന് പറയില്ലേ, ചാലഞ്ച്, അങ്ങനെയുള്ള എന്ത് ചുനോത്തിയാണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ നേരിടാൻ, സാമന കർണ എന്ന് പറഞ്ഞാൽ ഫേസ് ചെയ്യുക, അതിനെ നേരിടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു, നേരിടാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ജബ് ഹം 26 മാർച്ച് കോ പാരിച്ച് പहुँचे, ഞങ്ങൾ 26 മാർച്ചിന് പാരിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയ സമയത്ത്, പാരിച്ച് അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ 7 മാർച്ചിന് തുടങ്ങിയതാണ്, ഇപ്പോൾ എത്രയായി? 19 ഡേയ്സ് ആയി അല്ലേ. हमें हिमस्खलन के कारण हुई एक शेर्पा കൂലി की मृत्यु का ദുഃഖദ് സമാചാർ മില. ഞങ്ങൾക്ക് അവിടെ എത്തിയ സമയത്ത് എന്താണ്? ഹിമസ്ഖലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നോഫാൾ തന്നെയാണ് കേട്ടോ. സ്നോഫാളിനാണ് ഹിമസ്ഖലൻ എന്ന് പറയുക. പറഞ്ഞാൽ ഢലാൻ വാലി സദ പർ ഹിം കെ തേജി സെ ബഹാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഢലാൻ വാലി സദ, ഢലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഹിം കി തേജി സെ ബഹാവ് പറഞ്ഞാൽ വലിയ വലിയ മഞ്ഞുകട്ടകൾ വളരെ സ്പീഡിൽ
മുകളിൽ ഒഴുകുക. പറഞ്ഞാൽ അങ്ങനെ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വെള്ളം വീണ പോലെ വലിയ വലിയ മഞ്ഞുകട്ടകൾ വീഴുക. വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഭയങ്കര വലുതാണ്, പാറ പോലുള്ളതാണ്. അപ്പോൾ അത് വീഴണ കാരണത്താൽ അതിനെയാണ് ഹിമസ്ഖലൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള കാരണത്താൽ ഇവരുടെ കൂടെയുള്ള ഒരു ഷേർപ്പ കുലി എന്ന് പറഞ്ഞാൽ നമ്മൾ പോർട്ടറിനെയൊക്കെ പറയും, നമ്മൾ ഭാരം ചുമന്നുകൊണ്ട് പോയില്ലേ അങ്ങനെയുള്ള ആൾക്കാർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാർ കൂടിയില്ലേ അവരെയാണ് പറയുന്നത്. അപ്പോൾ ആ ഷേർപ്പ എന്നുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരല്ലേ, അതാണ് ഷേർപ്പ കുലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ മൃത്യുക്ക ദുഃഖത് സമാചാർ മില, ഒരാൾ മരിച്ചു, അങ്ങനത്തുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു ന്യൂസ് കിട്ടി അന്ന്. कुंभू हिमपात पर जाने वाले अभियान दल के रास्ते के बाएं तरफ सीधी पहाड़ के धसकने से എന്താ പറയുന്നത്, കുംഭു ഹിമപാത് അതൊരു പിന്നെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ്, അവിടുത്തെ ഇടയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ജാനെവാലെ അഭിയാൻ ദൽക്കെ, അങ്ങനെ ഒരു സ്ഥലത്ത് ഈ പോകുന്ന ഈ ഗ്രൂപ്പിൻ്റെ ദൽക്കെ റസ്തേക്ക് ബായി തറഫ്, അവർ പോകുന്ന ആ വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ സീതി പഹാഡിക്ക് ധസക്നേസെ പറഞ്ഞാൽ മുകളിൽ നിന്ന് പറഞ്ഞാൽ സീതി സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുകളിൽ നിന്ന് ഇവർ നടക്കുന്നത് സ്ഥലത്തു നിന്ന് തന്നെ മുകളിൽ നിന്ന് പഹാഡിക്ക് ധസക്നേസെ, അവിടുന്ന് പർവ്വത സ്ഥലത്തു നിന്ന് അതിങ്ങനെ ധസക്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായി വീഴുക, ഫിസൽന എന്നൊക്കെ പറയാം ഹിന്ദിയിൽ. അപ്പോൾ അതിങ്ങനെ ഫിസൽക്കെ ഗിരിക്കുക, അപ്പോൾ താഴെ വീണ കാരണത്താൽ ലോഹത്സേക്ക് ഓർസെ, ലോഹത്സ എന്ന് പറയുന്നതും ഒരു സ്ഥലമാണ് കേട്ടോ, എക് ബഹുത് ബഡി ബർഫ് കി ചട്ടാൻ, ലോഹത്സ പറഞ്ഞ ആ സ്ഥലത്തു നിന്ന് ഒരു വലിയ ബർഫിൻ്റെ പറഞ്ഞാൽ മഞ്ഞിൻ്റെ സ്നോയിൻ്റെ ചട്ടാൻ എന്ന് പറഞ്ഞാൽ പാറ, അപ്പോൾ ഭയങ്കര വലിയ പാറ പോലുള്ള ഒരു മഞ്ഞ് കഷ്ണം നീച്ചെ ഗിസക് ആയി തീ, താഴെ സ്ലിപ്പായി വന്ന് വീണു, അത് ഫിസൽക്കെ നീച്ചെ ആക്കെ ഗിരുകയ എന്ന് പറയാൻ പറ്റും. നിങ്ങൾ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റൈറ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായിരിക്കും, അങ്ങനെ ആഴത്തിൽ കിടക്കുന്നുണ്ടാവും, ലെഫ്റ്റ് സൈഡിലായിരിക്കും മൗണ്ടൻ, അങ്ങനെ ഉയർന്നു കിടക്കുന്ന സ്ഥലം ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ അവിടുന്ന് പാറക്കഷ്ണങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ടാവും ചിലവിടെ. അതുപോലെ തന്നെയാണ് ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ എന്താണ്, നമ്മൾ പാറക്കഷ്ണങ്ങളെന്ന് പറയുന്ന അതേ സ്ഥാനത്ത് എന്താണ് വലിയ വലിയ മഞ്ഞുമലകൾ, പറഞ്ഞാൽ മഞ്ഞിൻ്റെ പാറകളാണ് വീണത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഒരാൾ മരിച്ചത്. 16 ഷേർപ്പ കുലിയോं के दल में से 16 ഈ ഷേർപ്പ ആൾക്കാരുള്ള ആ ഗ്രൂപ്പിൽ നിന്ന് ഏക്ക് മൃത്യു ഹോ ഗയി, ഒരാൾ മരിച്ചു, और 4 घायल हो गए, 4 പേർക്ക് പരിക്കേറ്റു, ഇഞ്ചുറായി, घायल होना എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചുർ ആകുക, പരിക്കേൽക്കുക. इस समाचार के कारण अभियान दल के सदस्यों के चेहरों पर छाए अवसाद को देखकर हमारे नेता कर्नल खुल्लर ने स्पष्ट किया कि इस समाचार के कारण, ഈ ന്യൂസിൻ്റെ കാരണത്താൽ അഭിയാൻ ദൽ കെ സദസ്യോं के चेहरों पर, ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ മുഖത്ത് ചായ അവസാദ് കോ ദേക്കർ, അവസാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമം, ദുഃഖകരമായിട്ട് വളരെ ഉദാസായിട്ടുള്ള ഡള്ളായിട്ട് അങ്ങനെ കണ്ടിട്ട് ഹമാരെ നേത, ഞങ്ങളുടെ ലീഡർ കർണൽ കുല്ലറിനെ സ്പഷ്ടിക്കുക, കർണൽ കുല്ലർ വ്യക്തമാക്കി. എന്താ പറഞ്ഞത് അദ്ദേഹം, എവറസ്റ്റ് ജേസി മഹാൻ അഭിയാൻമേ, എവറസ്റ്റ് കയറുക എന്നുള്ളതൊക്കെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ മഹത്തരമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ അങ്ങനത്തുള്ള സംഭവത്തിൽ ഖത്രോങ്ക ഓർ കബി കബി തോ മൃത്യു ഭി, അപകടങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ചില സമയത്ത് മരണം തന്നെ ആദ്മിക്കോ സഹജ് ഭാവസെ സ്വീകാർ കർണി ചെയ്യേ, അങ്ങനെ കാര്യങ്ങൾ നടന്നേക്കാം, അതിനെയൊക്കെ നമ്മൾ സഹജ് ഭാവസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർവ്വസാധാരണമായിട്ട് സിമ്പിളായിട്ട് പിന്നെ സ്വീകാർ കർണി ചെയ്യേ, സ്വീകരിക്കണം, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സമയത്ത്. उपनेता प्रेमचंद, डेप्यूटी लीडർ പ്രേംചന്ദ്, जो അഗ്രിം ദൽ കാ നേതൃത്വ കർ രഹേ തേ, ഈ ആദ്യത്തെ ഗ്രൂപ്പിനെ നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്ന ആൾ, പറഞ്ഞാൽ നയിക്കുന്നുണ്ടായിരുന്ന ആൾ, 26 മാർച്ച് കോ പാരിച്ച് ലൗട്ടായേ, 26 മാർച്ചിന് പാരിച്ചിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഉन्होंने हमारी पहली बड़ी बाधा कुंभू हिमपात की स्थिति से हमें अवगत कराया, ഞങ്ങളുടെ ആദ്യത്തെ ബഡി ബാധ, വളരെയധികം വിഷമതകളുള്ള തടസ്സമായിട്ട് വരുന്ന കുംഭു ഹിമപാത് की സ്ഥിതി, ആ കുംഭു ഹിമപാതം ഉള്ള ആ സ്ഥലം പറഞ്ഞാൽ ആ മഞ്ഞ് വീഴ്ച ഉള്ള ആ സ്ഥലത്തെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അവഗത് കരായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മനസ്സിലാക്കി തന്നു, അവെയർനെസ് പറഞ്ഞാൽ അവർക്ക് അതിനെ പറ്റിയിട്ട് അവെയർനെസ് കൊടുത്തു. പറഞ്ഞ ആ ഒരു സ്ഥലം കുറച്ച് കഷ്ടമുള്ള കഠിനതകളുള്ള സ്ഥലമാണ്, അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൊടുക്കില്ലേ ലീഡേഴ്സിൻ്റെ പണി. അപ്പോൾ ഇവർ അവിടെ എത്തുന്ന സമയത്ത് അവിടെ എങ്ങനെ ഉണ്ടാവും സ്ഥിതി, അവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് നടന്ന് മുന്നോട്ട് എത്തേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തു എന്നർത്ഥം.
उन्होंने कहा कि उनके दल ने ക്യാമ്പ് 6000 മീറ്റർ जो ഹിമപാത് के ठीक ऊपर है. അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഉൻകെ ദൽനെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ക്യാമ്പ് നമ്പർ 1 6000 മീറ്റർ जो ഹിമപാത് के ठीक ऊपर है. ഈ പറഞ്ഞിരിക്കുന്ന ഈ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലം കുംഭു ഹിമപാത് എന്ന് പറഞ്ഞില്ലേ, അതിന്ന് 6000 മീറ്റർ ദൂരെ അല്ലെങ്കിൽ മുകളിൽ, നേരെ മുകളിലാണ് ആ സ്ഥലം എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് ആ കുംഭു ഹിമപാത് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 6000 മീറ്റർ ദൂരെയാണ് ക്യാമ്പ് 1. അത് നേരെ അതിൻ്റെ മുകളിലാണ്, ആ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലത്തിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. വഹാ തക്ക രാസ്ത സാഫ് കർ ദിയാ ഹെ, അവിടം വരെയുള്ള സ്ഥലം ഞങ്ങൾ വഴി വൃത്തിയാക്കിയിട്ടുണ്ട്. ഉന്നോനെ യഹ് ബി ബതായ കി പുൽ ബനാക്കർ, അദ്ദേഹം പിന്നെന്താ പറഞ്ഞത്? പുൽ ബനാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് ഉണ്ടാക്കി, റസിയാം ബാന്ദ് കർ കയറുകളൊക്കെ കെട്ടി, തഥാ ജണ്ടിയോ സെ റസ്ത ചിഹ്നിത് കർ ഫ്ലാഗ് വെച്ചിട്ട് ആ വഴി ചിഹ്നിത് കർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിയെ ഇങ്ങനെ വേറെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വിധത്തിൽ, മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഉണ്ടാക്കി. സബി ബഡി കഠിനായിയോ കാ ജായ്സ ലേ ലിയാ ഹെ, എല്ലാ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. ജായ്സ ലേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, ജാഞ്ച് കർണ എന്നൊക്കെ പറയാം. ഉന്നോനെ ഇസ് പർ ഭി ധ്യാൻ ദിലായാക്കി, അദ്ദേഹം പിന്നെന്താണ് ഓർമ്മിപ്പിച്ചത്? ഗ്ലേഷ്യർ ബർഫ് കി നദി ഹെ, ഗ്ലേഷ്യർ ഐസിൻ്റെ നദിയും അവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് മലകൾ ഒഴുകി വരുന്ന നദി, വലിയ വലിയ മലകൾ പോലെ തന്നെ ശരിക്കും, പക്ഷെ മഞ്ഞിൻ്റെ അതിങ്ങനെ ഒഴുകി വരും നദി പോലെ, അതും ഉണ്ട്. ഓർ ബർഫ് കാ ഗിർന അഭി ജാരി ഹെ, പിന്നെ ഐസ് ഇപ്പോഴും വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അഭി ജാരി ഹെ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ കണ്ടിന്യൂയിങ്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹിമപാത് മേ അനിയമിത് और अनिश्चित बदलाव के कारण ഈ മഞ്ഞ് വീഴ്ചയിൽ അനിയമിത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ പറ്റാത്തത്ര, നമ്മളുടെ പ്രഡിക്ഷൻ്റെയും അപ്പുറത്ത്, അനിശ്ചിത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചിതമായ അളവിലല്ലാണ്ട് പറഞ്ഞാൽ കുറേ കൂടുതലായിട്ട്, ബദലാവ് കെ കാരൺ അങ്ങനെയുള്ള മാറ്റത്തിൻ്റെ കാരണത്താൽ അഭി തക് കിയേ ഗയേ സഭി കാം വ്യർത്ഥ ഹോ സക്തി ഹെ, ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ പണികളും വേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്, വ്യർത്ഥമാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ പിന്നെയും ഇതുപോലുള്ള ഗ്ലേഷ്യറും പിന്നെ മഞ്ഞും ഒക്കെ വീണ് പിന്നെയും ആ സ്ഥലം അതുപോലെ തന്നെ മൂടിക്കെട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. और हमें रास्ता खोलने का काम दोबारा करना पड़ सकता है, മഞ്ഞുകട്ടകൾ മാറ്റിയിട്ട് വഴിയൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ആ പണി ദോബാര കർണ പടുത്ത ഹെ, പിന്നെയും രണ്ടാമത്തെ തവണ നമുക്കത് ചെയ്യേണ്ടി വരും. बेस कैंप में पहुंचने से पहले हमें एक और मृत्यु की ഖബർ മിലി, ബേസ് ക്യാമ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഇനിയൊരു മരണത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസ് കിട്ടി. ജലവായു അനുകൂൽ ന ഹോനെ കെ കാരൺ ഏക് റസോയി സഹായക് കി മൃത്യു ഹോ ഗയി, കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കാരണത്താൽ ഇനിയൊരു രസോയി സഹായക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കിങ്ങിനൊക്കെ സഹായം, അങ്ങനെ ഒരാളുടെ മരണത്തിൻ്റെ വാർത്ത കൂടി കേൾക്കേണ്ടി വന്നു. നിശ്ചിത് രൂപ് സെ ഹം ആശാജനക് സ്ഥിതി മേ നഹി ചൽ രഹേ തെ, സത്യം പറഞ്ഞാൽ എന്താണ്? ആശാജനക് സ്ഥിതി പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റോടു കൂടി ആയിരുന്നില്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. എവറസ്റ്റ് ശിഖർ കോ മേനെ പെഹലെ 2 ബാർ ദേഖാ താ, എവറസ്റ്റ് ശിഖരത്തിന്, ആ പീക്കിന് ഞാൻ ആദ്യം 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ലേക്കിൻ ഏക് ദൂരി സെ, എന്നാൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് എന്നാണ് കണ്ടിരിക്കുന്നത്, ഒരു കുറച്ച് ദൂരത്തു നിന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ബേസ് ക്യാമ്പ് പहुंचने पर दूसरे दिन मैंने एवरेस्ट पर्वत तथा इसकी अन्य श्रेणियों को देखा. ബേസ് ക്യാമ്പ് എത്തിയതിന് ശേഷം മേനെ എവറസ്റ്റ് പർവ്വത്, ഞാൻ എവറസ്റ്റ് പർവ്വതവും പിന്നെ അതിൻ്റെ അന്യശ്രേണി പറഞ്ഞാൽ അതിനോട് തൊട്ട് കിടക്കുന്നതാണ്, അതിനോട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന വേറെ ശ്രേണികളെല്ലാം ഞാൻ കണ്ടു. मैं बहुत चकी होकर खड़ी रह गई. बहुत चकी होना എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ बहुत चकित होना, चकित होना എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്ചര്യപ്പെടുക, ആശ്ചര്യ ഹോന, बहुत चकी बहुत ज़्यादा ആശ്ചര്യ ഹോന. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വളരെയധികം ആശ്ചര്യത്തോടു കൂടി നോക്കി നിന്നു. ബോ എന്ന് വെച്ചാൽ ഐബ്രോ, അപ്പോൾ നമ്മൾ ഐബ്രോ ഇങ്ങനെ മുകളിലേക്ക് ആക്കില്ലേ ആശ്ചര്യം തോന്നുന്ന സമയത്ത്, അതാണ് बहुत चकी എന്നുള്ള വേർഡ്. और एवरेस्ट लोत्से और नुत्से की ऊंचाइयों से घिरी बर्फीली टेढ़ी मेढ़ी नदी को निहारती रही. എവറസ്റ്റ്, ലോത്സ, നുത്സ ഇതൊക്കെ ഓരോ സ്പോട്ടുകളാണ്, മുകളിൽ കിടക്കുന്ന ഓരോ സ്പോട്ടുകളാണ്. അപ്പോൾ ഊഞ്ചായിയോസെ ഗിരി, ആ മുകളിൽ നിന്ന് വീഴുന്ന, ഗിരി എന്ന് പറഞ്ഞാൽ ഇവിടെ വീഴുക എന്നല്ല അർത്ഥം, ചുറ്റപ്പെട്ട് കിടക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. മറ്റേ ഗാണ്, മൂന്നാമത്തെ ഗാണ്, ഗംല എന്നുള്ളതിൻ്റെ ഗാണ്, ഗിർന വീഴുക. ഈ ഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടഡ്, അങ്ങനത്തുള്ള ബർഫീലി ടേഡിമേഡി നദിക്കോ, ഐസ് നിറഞ്ഞ വളഞ്ഞു കുളഞ്ഞ, ടെഡിമെഡി വളഞ്ഞു കുളഞ്ഞ കിടക്കുന്ന നദികളെ നിഹാർത്തി രഹി ഞാൻ നോക്കിക്കൊണ്ടു നിന്നു. ഹിമപാത് അപ്നെ ആപ് മേ ഏക് തരഹ സെ ബർഫ് കെ ഖണ്ഡോं का अव्यवस्थित ढंग से गिरना ही था.
ഹിമപാത് സ്നോഫോൾ അപ്നെ ആപ്മേ അതെന്തായാലും എങ്ങനെ ആയാലും സ്വയം തന്നെ ഏക് തരസെ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബർഫ് കെ ഖണ്ഡോं का അവ്യവസ്ഥിത് ढंग से गिरना ही था എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസിൻ്റെ ഖണ്ഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഗ്മെൻറ്റ്സ് കഷ്ണങ്ങൾ പീസുകൾ ഐസിൻ്റെ പീസുകൾ അവ്യവസ്ഥിത് ढंग से പറഞ്ഞാൽ ഒരു വ്യവസ്ഥിതമായ രൂപത്തിലല്ലാതെ അവ്യവസ്ഥിത് അതിന് നേരെ വിപരീതമായിട്ട് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ഒന്നും അല്ലാണ്ട് തോന്നിയ പോലെ എങ്ങനെയെങ്കിലുമൊക്കെ വീഴും അത് അത്ര തന്നെ ഗിർനാഹിത്ത വീണ തന്നെ ആയിരുന്നു പറഞ്ഞാൽ അവിടുത്തെ കണ്ടീഷൻ അങ്ങനെ തന്നെയാണ് അത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അത് എങ്ങനെയെങ്കിലുമൊക്കെ വീണുകൊണ്ടിരിക്കും ഹമേ ബത്തായ ഗയാ കി ഗ്ലേഷ്യർ കെ ബഹനേസെ ഞങ്ങളുടെ അടുത്ത് പിന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഗ്ലേഷ്യർ കെ ബഹനേസെ ഗ്ലേഷ്യർ അഥവാ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ അക്സർ ബർഫ് മേ ഹൽച്ചൽ ഹോ ജാത്തി തീ സാധാരണയായിട്ട് ബർഫ് മേ ഐസ് കട്ടകളിൽ ഹൽച്ചൽ ഹോന അവിടെ അതൊക്കെ ഒന്ന് ഇളകിമറിയും ബഹളമാകുക എന്ന് പറയില്ലേ ഹൽച്ചൽ പറഞ്ഞാൽ അതൊക്കെ ഒരു ഇളകിമറിയും കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലേഷ്യർ എന്ന് പറയുമ്പോൾ അത് വലിയ വലിയ പാറകളെക്കാട്ടിലും വലുതാണ് അപ്പോൾ ബാക്കിയുള്ള മഞ്ഞ് കഷ്ണങ്ങളെ അത് ഒക്കെ ഇളക്കി മറിക്കും അല്ലേ അപ്പോൾ അവിടെ ഒരു ഇളക്കം ഉണ്ടാവും അതാ പറയണത് ജിസ്സെ ബടി ബടി ബർഫ് കി ചട്ടാനെ തത്കാൽ ഗിർ ജായ കർത്തി തീ അത് മാത്രമല്ല അതിൽ നിന്ന് വലിയ വലിയ ഐസിൻ്റെ പാറകളും ഇതുമൂലം തത്കാൽ ഗിർജായ കർത്തി തീ ആ ടൈം ബീങ് തത്കാൽ എന്ന് പറഞ്ഞാൽ ടൈം ബീങ് ആ സമയത്ത് വീഴുമായിരുന്നു ഇതുകൊണ്ട് और अन्य कारणों से भी अचानक प्रायः खतरनाक സ്ഥിതി ധാരൺ കർ ലേത്തി തീ ഈ രണ്ട് കാരണങ്ങളല്ലാണ്ട് വേറെയും പല കാരണത്താൽ എന്താണ് അച്ചാനക് പെട്ടെന്ന് പ്രായः ഖത്തർനാക് സ്ഥിതി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമായിരുന്നു सीधे धरातल पर दरार पड़ने का विचार और इस दरार का गहरे चौड़े हिमविदर में बदल जाने का मात्र ख्याल ही बहुत डरावना था ധരാതൽ പർ ദരാർ പടനേക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധരാതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർഫസ് ഏരിയ ആ ഭൂമിയുടെ ഭാഗം മേലെ ഭാഗം അവിടെ ദരാർ പടനേക്ക വിച്ചാർ ദരാർ എന്ന് വെച്ചാൽ ക്രാക്ക് ആവുക അല്ലെങ്കിൽ വിള്ളൽ വരിക അങ്ങനെ മനസ്സിൽ വന്നു എങ്ങാനും അവിടെ വിള്ളൽ വന്നാലോ വിള്ളൽ വരുമോ ഓർ ഇസ് ദരാർ കാ ഗഹരെ ചൗടെ പിന്നെ ആ വിള്ളൽ വന്നതിന് ശേഷം അത് പിന്നെയും കൂടി ഗഹരെ ചൗടെ അത് ഇനിയും കൂടി ഡീപ്പായിട്ടും പിന്നെ വീതി കൂടിയിട്ടും ആവുക പറഞ്ഞാൽ ഒരു വിള്ളൽ വന്നാൽ പിന്നെ അത് വലുതായി വരിക പിന്നെ ഹിമവിദർമേ ബദൽ ജാന അങ്ങനെ ആ മഞ്ഞിൻ്റെ ഒരു വിള്ളലായി മാറുക എന്നൊക്കെ മനസ്സിൽ വന്നു മാതൃ ഖയാൽ ഹി ബഹുത് ഡറാവനാത്ത അങ്ങനെ ഉള്ള വിചാരങ്ങളൊക്കെ തന്നെ ഭയങ്കര പേടിപ്പിക്കുന്നതായിരുന്നു ഡറാവനാത്ത ഭയപ്പെടുത്തുന്നത് ആയിരുന്നു പറഞ്ഞാൽ എന്താണ് താഴെ വിള്ളൽ വരിക പിന്നെ ആ വിള്ളൽ വലുതാവുക അതിൻ്റെ വീതി കൂടുക അതിൻ്റെ ആഴം കൂടുക പിന്നെ അതൊരു മഞ്ഞിൻ്റെ ഒരു വലിയ വിള്ളലായി മാറുക എന്നുള്ളതൊക്കെ തന്നെ പേടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു इससे भी ज़्यादा भयानक इस बात की जानकारी थी कि അതിനെക്കാട്ടിലും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്തായിരുന്നു हमारे संपूर्ण प्रवास के दौरान हिमपात लगभग 1 दर्जन आरोहियों और कुलियों को प्रतिदिन चूता रहेगा ഞങ്ങളുടെ ഈ പോകുന്ന ഈ യാത്രയിൽ സമ്പൂർണ്ണ പ്രവാസ് കെ ദൗറാൻ പ്രവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിനിൽ താമസിക്കണത് എന്നെ പറയും നമ്മുടെ ദേശം വിട്ടിട്ട് പക്ഷേ ഇവിടെ എന്താണ് ഈ മുകളിലേക്ക് പോകുന്ന ഇവരുടെ ഹിമപാത് മഞ്ഞ് വീഴ്ച സ്നോഫാള് ലഗ്ഭഗ് 1 ദർജൻ ആരോഹിയോ ഏകദേശം 1 ഡസനോളം ആരോഹിയോ കയറുന്ന ആൾക്കാരെയും പിന്നെ കൂലിയോങ്കോ പറഞ്ഞാൽ അതിന് സഹായിക്കുന്ന ആൾക്കാരെ അത് ചുമന്നൊക്കെ കൊണ്ട് കൂടെ നടക്കുന്ന ആൾക്കാരെയും പ്രതിദിൻ ചൂത്താരഹേക ഏകദേശ ദിവസങ്ങളും പറഞ്ഞാൽ ഡെയിലിയും എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഇനിയും കൂടി പേടിപ്പിക്കുന്നതായിരുന്നു दूसरे दिन नए आने वाले अपने अधिकांश सामान को हम हिमपात के आधे रास्ते तक ले गए രണ്ടാമത്തെ ദിവസം പിന്നെ നെക്സ്റ്റ് ഡേ ആനവാലെ അപ്പനെ അധികാംശ സാമാൻകോ ഇവരുടെ കൊണ്ടുപോകേണ്ട കുറേ അധികം സാധനങ്ങളെ ഹിമപാത് കെ ആധേ രസ്തേ തക്ക് ആ മഞ്ഞ് വീഴ്ചയുടെ പാതി ദൂരം വരെ ഞങ്ങൾ കൊണ്ടുപോയി ഡോക്ടർ മീനു മെഹ്താനെ ഹമേ അലുമിനിയം കി സീഡിയോं से അസ്ഥായി പുലോं का बनाना അപ്പോൾ ഡോക്ടർ മീനു മെഹ്ത്ത എന്നുള്ളവർ ഞങ്ങൾക്ക് അലുമിനിയം കൊണ്ട് CD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏണി കോണി എന്നൊക്കെ പറയില്ലേ കയറാനുള്ളത് അത് പിന്നെ അസ്ഥായി പുലൂങ്ക ബനാന അസ്ഥായി എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ടുള്ള ബ്രിഡ്ജുകൾ പുൽ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ലട്ടോ ഓർ റസിയോം കാ ഉപയോഗ ലട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാട്ടി എന്നൊക്കെ പറയില്ലേ പോലീസിൻ്റെ കയ്യിലുണ്ടാവില്ലേ മരത്തിൻ്റെ വലിയ സ്റ്റിക്ക് നല്ല തടിച്ചത് അത് തന്നെയാണ് ലട്ട്
അതും പിന്നെ രസ്സി കയറും അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അവിടെ എന്നുള്ളതും. ബർഫ് കി ആടി തിർച്ചി ദീവാരോം പർ റസ്സിയോം കോ ബാന്ധന, ഐസിൻ്റെ ആടി തിർച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളഞ്ഞതും പിന്നെ തിർച്ചി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞതും ആയിട്ടുള്ള വാൾസിൽ പറഞ്ഞാൽ ചുമര് പോലെ കിടക്കുന്ന ഭാഗത്ത് ആ കയറിനെയൊക്കെ കെട്ടുക. ഓർ ഹമാരെ അഗ്രിം ദൽ കെ അഭിയാത്രിക് കാര്യവും കെ ബാരേമേ, പിന്നെ ഞങ്ങളുടെ മുമ്പേ പോകുന്ന ആ ഗ്രൂപ്പിൻ്റെ അഭിയാന്ത്രികി കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള എൻജിനീയറിംഗ് വർക്ക്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഹമേ വിസ്തൃത ജാൻകാരി ദി, ഇതിനെ പറ്റിയിട്ടെല്ലാം ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഡോക്ടർ മീനു മെഹ്ത്ത തന്നിട്ടുണ്ടായിരുന്നു. तीसरा दिन हिमपात से कैंप 1 तक सामान ढोकर चढ़ाई का अभ्यास करने के लिए निश्चित था. പിന്നെ മൂന്നാമത്തെ ദിവസം ഹിമപാത് സെ, ആ മഞ്ഞ് വീഴ്ചയിൽ നിന്ന്, സ്നോഫോളിൽ നിന്ന് അതിൽ കൂടി ക്യാമ്പ് 1 തക്ക്, ഒന്നാമത്തെ ക്യാമ്പ് വരെ സാമാൻ ഢോക്കർ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം ചുമന്ന്, ഢോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട്, ടു ക്യാരി അതിൻ്റെ അർത്ഥം. ചടായി ക അഭ്യാസ് കർണെ കെ ലിയെ, കയറുക എന്നുള്ള ആ ഒരു വലിയ ടാസ്ക് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. റീത്ത ഗോംബു തഥാ മേ സാത്ത് സാത്ത് ചढ़ रहे थे. റീത്ത ഗോംബു കൂടെ ഉള്ള ആൾക്കാരാണ്, പിന്നെ ഞാനും, ഞങ്ങൾ 3 പേരും ഒപ്പം തന്നെ കയറുകയായിരുന്നു. ഹമാരെ പാസ് ഏക്ക് വോക്കി ടോക്കി താ, ഞങ്ങളുടെ അടുത്ത് ഒരു വോക്കി ടോക്കി ഉണ്ടായിരുന്നു. വോക്കി ടോക്കി നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ, പോലീസുകാരൊക്കെ യൂസ് ചെയ്യില്ലേ, ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ, വയർലെസ് ആയിട്ടുള്ളത്, അതാണ് വോക്കി ടോക്കി. പറഞ്ഞാൽ അതിൽ നമുക്ക് മെസ്സേജ് എല്ലാം അയക്കാനും പിന്നെ മെസ്സേജ് കേൾക്കാനും പറ്റും. ജിസ്സെ ഹം അപ്നെ ഹർ കദം കി ജാൻകാരി ബേസ് ക്യാമ്പ് പർ ദേ രഹേ തേ. ആ വോക്കി ടോക്കിയിൽ കൂടിയിട്ട് ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിൻ്റെയും ഇൻഫർമേഷൻ ഞങ്ങൾ ബേസ് ക്യാമ്പിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. കർണൽ ഖുല്ലർ ഉസ് സമയ ഖുഷ് ഹുയെ, അപ്പോൾ കർണൽ ഖുല്ലർ അത് എല്ലാം കേട്ടിട്ട് വളരെയധികം സന്തോഷിച്ചു. ജബ് ഹംനെ ഉനെ അപ്നെ പहुंचने की सूचना दी, ഞങ്ങളവിടെ എത്തുന്നതിൻ്റെ പിന്നെ ഇൻഫർമേഷൻ കൊടുത്ത സമയത്ത്, ക്യൂങ്കി ക്യാമ്പ് 1 पर पहुंचने वाली हम 2 ही महिलाएं थे. ഞങ്ങൾ ആ ക്യാമ്പ് ഒന്നാമത്തെ ക്യാമ്പിൽ എത്താൻ ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വളരെയധികം സന്തോഷപ്പെട്ടു. അങ്ക്ദോർജി, ലോപ്സാങ് ഓർ ഗഗൻ ബിസ്സ അന്തതഃ സൗത്ത് കോൾ പहुंच गए. ഇതൊക്കെ ഓരോരോ ആൾക്കാരുടെ പേരുകളാട്ടോ. ഈ 3 പേര് സൗത്ത് കോൾ എത്തിക്കഴിഞ്ഞു. और 29 अप्रैल को 7,900 मीटर पर उन्होंने कैंप 4 लगाया. പിന്നെ 29th ഏപ്രിലിൽ ഇവരെല്ലാം സൗത്ത് കോൾ എന്ന് പറഞ്ഞ ആ സ്പോട്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് 29th ഏപ്രിലിന് 7,900 മീറ്റർ ഉയരത്തിൽ അവിടെ ക്യാമ്പ് 4 അവിടെ ഉണ്ടാക്കി. പറഞ്ഞാൽ 4ാമത്തെ ക്യാമ്പ് അവിടെ സ്ഥാപിച്ചു. യഹ സന്തോഷജനക് പ്രഗതി തി, ഇതൊരു സന്തോഷപൂർവമായിട്ടുള്ള ഒരു പ്രോഗ്രസ് ആയിരുന്നു. ജബ് ഏപ്രിൽ മേ ബേസ് ക്യാമ്പ് മെത്തി, ഏപ്രിലിൽ ഞാൻ ബേസ് ക്യാമ്പിൽ ആയിരുന്ന സമയത്ത് ടെൻസിംഗ് അപ്നി സബ്സെ ചോട്ടി സുപുത്രി ടേക്കി കെ സാത്ത് ഹമാരെ പാസ് ആയേ തേ. ടെൻസിംഗ് ആരാണ്? ടെൻസിംഗ് നോർഗെ, ഏറ്റവും ആദ്യം എവറസ്റ്റ് കയറിയ ആളാണ് ടെൻസിംഗ് നോർഗെ. അപ്പോൾ അദ്ദേഹം അവിടെ ഏറ്റവും ചെറിയ പുത്രിയുടെ കൂടെ, അവരുടെ മകളുടെ കൂടെ, ഡേക്കി എന്നാണ് ആ കുട്ടിയുടെ പേര്, അവിടെ വന്നിരുന്നു. ഉനോനെ ഇസ് ബാത് പർ വിശേഷ് മെഹത്വ ദിയാക്കി, അദ്ദേഹം ഈ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു പറഞ്ഞു. ദൽ കെ പ്രത്യേക സദസ്യ ഓർ പ്രത്യേക ഷേർപ്പ കുലീസെ ബാത്ചീത് കി ജായ്, ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളും തമ്മിൽ പിന്നെ ഷേർപ്പ കുലി അവരോടും സംസാരിക്കണം. പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവരുത്, അതിൻ്റെ അർത്ഥം അവരോടും എല്ലാം വേണ്ട വിധം സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കണം എന്ന് പറഞ്ഞത്. ജബ് മേരി ഭാര്യയായി എൻ്റെ ടേൺ വന്ന സമയത്ത് മേനെ അപ്ന പരിചയ യഹ് കഹക്കർ ദിയാക്കി, ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഞാൻ എന്താ പറഞ്ഞത്? മേ ബിൽക്കുൽ ഹി നോസിക്കിയാ ഹൂँ എന്ന് പറഞ്ഞാൽ ബിഗിനർ, ഞാൻ ഒരു ബിഗിനറാണ്, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഓർ എവറസ്റ്റ് മേര പെഹല അഭിയാൻ ഹെ, എവറസ്റ്റ് കയറുക എന്നുള്ളത് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ടാസ്ക്, അല്ലെന്നുണ്ടെങ്കിൽ യജ്ഞം, എൻ്റെ ഒരു ശ്രമമാണ്. ഇപ്പോൾ ആദ്യമായിട്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പല ആൾക്കാരും ആദ്യമായിട്ട് കയറുമ്പോൾ അവരവിടെ പീക്കിലെത്താനൊന്നും പറ്റിയെന്ന് വരില്ല. ഒത്തിരി ആൾക്കാർ ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്ത് പോയി വന്ന് പിന്നെയാണ് എത്തുക ചിലപ്പോൾ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ടെൻസിംഗ് ഹസെ ഓർ മുസ്സെ കഹാ കി എവറസ്റ്റ് ഉൻകെ ലിയെ ബി പെഹല അഭിയാൻ ഹെ. അപ്പോൾ ടെൻസിംഗ് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു എനിക്കും എവറസ്റ്റ് എന്നുള്ളത് എൻ്റെ ഒരു ആദ്യത്തെ യജ്ഞം തന്നെയാണ്. ലേക്കിൻ യഹ് ബി സ്പഷ്ട് കിയാക്കി, പിന്നെ ഇതും അദ്ദേഹം വ്യക്തമാക്കി. എന്താണ്? ശിഖർ പർ പहुंचने से पहले उन्हें 7 बार എവറസ്റ്റ് പർ ജാനാ പടാ. ആ പീക്കിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 7 പ്രാവശ്യം എവറസ്റ്റിൽ പോകേണ്ടി വന്നു. പറഞ്ഞാൽ കയറുക ഇറങ്ങുക അങ്ങനെ ഒരേ അടി എത്തിയിരുന്നില്ല എന്നാവും അതിൻ്റെ അർത്ഥം.
ഫിർ അപ്ന ഹാത്ത് മേരെ കന്ധേ മേ രഖ്തേ ഹുയെ ഉन्होंने कहा, പിന്നെ അദ്ദേഹം തൻ്റെ കയ്യ് ബചേന്ദ്രി പാലിൻ്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, തും എക് പക്കി പർവ്വതീയ ലടുക്കി ലഗ്തി ഹോ, നീ ഒരു പക്ക പർവ്വതീയ ലടുക്കി ആണെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് പർവ്വതീയ ലടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹിൽ സ്റ്റേഷനിൽ അതുപോലുള്ള ഹില്ലി ഏരിയയിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. കണ്ടിട്ട് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി. പറഞ്ഞാൽ ഈ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശിൻ്റെയൊക്കെ പല സ്ഥലങ്ങളും എന്താ കൂടുതൽ സ്ഥലങ്ങളും ഹില്ലി ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി പോപ്പുലേഷൻ, ലക്ഷങ്ങൾ കോടികൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം മുഴുവനും അവിടെ തന്നെ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ജോ പഹാഡ് മേ രഹ്നെ വാല, അതാണ് പർവ്വതി എന്ന് പറയുന്നത്. പഹാഡി എന്നും പറയും, അങ്ങനെയുള്ള പർവ്വതീയ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരെ പഹാഡി എന്നും പറയും. തുമേ ശിഖർ പർ പെഹലെ ഹി പ്രയാസ് മേ പहुंचना चाहिए, നിനക്കാണെന്നുണ്ടെങ്കിൽ നീ ആദ്യം തന്നെ ആ പീക്കിൽ എത്തണം എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ നീ അങ്ങനെയുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് 15-16 മൈ 1984 को बुद्ध पूर्णिमा के दिन 15th 16th മെയ് ആണ്. പിന്നെ 1984 ബുദ്ധ പൂർണിമയുടെ ദിവസമാണ്. മെയ് ലോത്സെ കി ബർഫീലി സീധി ഡലാൻ പർ ലഗായെ ഗയെ സുന്ദർ രംഗീൻ നൈലോൺ കെ ബനെ തംബു കെ ക്യാമ്പ് 3 മേ ഥി. അപ്പോൾ എവിടെയായിരുന്നു ബചേന്ദ്രി പാൽ? ലോത്സ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബർഫീലി പറഞ്ഞാൽ മഞ്ഞുകൊണ്ട് മൂടിയ, സീധി ഡലാൻ പർ ലഗായെ നേരെ സ്ലോപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള സുന്ദർ രംഗീൻ നൈലോൺ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള നൈലോണിൻ്റെ തമ്പു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻറ്റ് കെട്ടില്ലേ ഇവർ ക്യാമ്പിന്, അങ്ങനെ ആ ടെൻറ്റ് കെട്ടിയ ക്യാമ്പ് 3 മേ ഥി, 3ാമത്തെ ക്യാമ്പിൽ അവിടെ ആയിരുന്നു ആ ദിവസം. ക്യാമ്പ് മേ 10 ഓർ വ്യക്തി തേ, ക്യാമ്പിൽ ഇനിയും 10 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. ലോപ്സാങ് തഷാരിങ് മേരെ തമ്പു മേ തേ, ഈ രണ്ടുപേരും ബചേന്ദ്രി പാലിൻ്റെ കൂടെ ആ ടെൻറ്റിനകത്തായിരുന്നു. ND शेरपा और 8 अन्य शरीर से मजबूत और ऊंचाइयों में रहने वाले शेरപ്പ दूसरे തമ്പുओं में थे. അപ്പോൾ ബചേന്ദ്രി പാലും ആ രണ്ടുപേരും ഒരു ടെൻറ്റിനകത്തായിരുന്നു. ടെൻറ്റെന്നോ ഹട്ടെന്നോ എന്ത് വേണോ പറയാം കേട്ടോ. പിന്നെ വേറെ 8 പേര് ശരീർ സെ മസ്ബൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശരീരമുള്ളവർ, ഊഞ്ചായിയോമേ രഹനെ വാലെ, ഉയരത്തിൽ ഇനിയും കൂടി ഉയരത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, ഷേർപ്പ ദൂസരെ തമ്പുമേ ഥേ, രഹനെ വാലെ ഷേർപ്പ, അങ്ങനെയുള്ള ഷേർപ്പ വേറെ ടെൻറ്റിൽ ആയിരുന്നു. മേ ഗഹരി നീന്ത് മേ സോയി ഹുയി തി, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. रात में 12:30 12:30 बजे के लगभग मेरे सिर के पिछले हिस्से में किसी एक सख्त चीज़ की टकराने से मेरी नींद अचानक खुल गई. അപ്പോൾ രാത്രി 12:30 സമയമായിരുന്നു, നല്ല ഉറക്കത്തിലായിരുന്നു. ലഗ്ഭഗ് മേരെ സിർ കെ പിച്ചിലെ ഹിസ്സേമേ, എൻ്റെ തലയുടെ ബാക്ക് സൈഡിൽ ഏക് സഖ്ത് ചീസ് കെ ടക്കറാനെ സെ, സഖ്ത് എന്ന് പറഞ്ഞാൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഏതോ ഒരു സാധനത്തിൻ്റെ കൂട്ടിമുട്ടിയിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് പോയി. അപ്പോൾ മേരി നീന്ത് അച്ചാനക് ഖുൽ ഗയി, ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ഓർ സാത്ത് ഹി എക് ജോർദാർ ധമാക്ക ബി ഹുയി, അത് എൻ്റെ തലയിൽ മുട്ടിയെന്ന് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ജോർദാർ എന്ന് പറഞ്ഞാൽ നല്ല ഭയങ്കരമായിട്ടുള്ള ബ്ലാസ്റ്റ് പോലത്തുള്ളൊരു സൗണ്ടും വന്നു. ധമാക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബ്ലാസ്റ്റ് ആവുക, അങ്ങനെ ഒരു സൗണ്ടും വന്നു. തബി മുझे महसूस हुआ कि एक ठंडी बहुत भारी कोई चीज़ मेरे शरीर पर से मुझे कुचलती हुई चल रही है. അപ്പം എനിക്ക് ഫീലായി, മെഹസൂസ് ഹോന എന്ന് പറഞ്ഞാൽ ഫീൽ ആവുക, എനിക്ക് ഫീലായി ഒരു ठंडी നല്ല തണുപ്പുള്ള, ബഹുത് ഭാരി ഭയങ്കര ഹെവി ആയിട്ടുള്ള കോയി ചീസ് എന്തോ ഒരു സാധനം മേരെ ശരീർ പർ സെ മുझे കുച്ചൽത്തി ഹുയി, എൻ്റെ ശരീരത്തിൽ കൂടിയിട്ട്, കുച്ചൽത്തി ഹുയി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരീരത്തിൻ്റെ മേലെ കൂടി പോവുക, അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മുझे സാസ് ലേനെ മേ ഭി കഠിനായി ഹോ രഹി തി, എനിക്ക് ശ്വാസം എടുക്കാൻ കൂടിയിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് തട്ടുക അല്ലെങ്കിൽ ശരീരത്തിൽ വീഴുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ശ്വാസം എടുക്കാൻ കിട്ടില്ലല്ലോ, ആ സമയത്ത് സഫോക്കേഷൻ ആവില്ല, അതാ പറയണത്. യഹ് ക്യാ ഹോ ഗയാ താ, ഇതെന്തായത്? एक लंबा बर्फ़ का पिंड हमारे कैंप के ठीक ऊपर लोत्से ग्लेशियर से टूटकर नीचे आ गिरा था. എന്തായി എന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല. എക് ലംബ ബർഫ് കാ പിണ്ട്, ഒരു നീളത്തിലുള്ള ഐസിൻ്റെ വലിയ പിണ്ഡം, വലിയൊരു മാസ്. ഹമാരെ ക്യാമ്പ് കെ ടീക്ക് ഊപ്പർ, ഞങ്ങളുടെ ക്യാമ്പിൻ്റെ നേരെ മുകളിൽ, ലോഹത്സെ ഗ്ലേഷിയാർ സെ ടൂട്ട്കർ, ലോഹത്സ ഗ്ലേഷിയാർ, ഇതിൻ്റെ മുന്നേയും വന്ന പേരല്ലേ ലോഹത്സ, ആ ഗ്ലേഷിയാറിന്ന് പൊട്ടി വേറെയായി, നീച്ചെ ആഗിര, താഴെ വന്ന് വീണു. ഓർ ഉസ്കാ വിശാല ഹിമപുഞ്ച് ബൻ ഗയാ താ, അത് വീണ് കഴിഞ്ഞിട്ട് എന്താണ്, അതിൻ്റെ ഹിമപുഞ്ച് എന്ന് പറഞ്ഞാൽ
മഞ്ഞുതുള്ളികൾ. അപ്പോൾ അത് വീണ് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് മഞ്ഞുതുള്ളികളായി മാറി. അങ്ങനെ വിശാലമായിട്ടുള്ള കുറേ മഞ്ഞുതുള്ളികളായി മാറി. हिमखंडों, बर्फ के टुकड़ों तथा जमी हुई बर्फ के इस विशालकाय पुंज ने एक एक्सप्रेस रेलगाड़ी की तेज गति और भीषण गर्जना के साथ ഹിമഖണ്ഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖണ്ഡ് എന്ന് പറഞ്ഞാൽ പീസുകൾ, കഷ്ണങ്ങൾ. അപ്പം മഞ്ഞിൻ്റെ കഷ്ണങ്ങൾ, ബർഫ് കെ ടുക്കടെ അതല്ലാണ്ട് ഐസിൻ്റെ പീസുകൾ, പിന്നെ ജമി ഹുയി ബർഫ് എങ്ങനെ ജമ ആയിരിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുള്ള ആ ഐസുകൾ, അതെല്ലാം കൂടിയിട്ട് ഈ വിശാലക്കായ് പുഞ്ചിനെ അങ്ങനെ വിശാലമായിട്ട് പറഞ്ഞാൽ ആ തുള്ളികളും എല്ലാം കൂടിയിട്ട്, പുഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുറേ സമൂഹം, കളക്ഷൻ, അങ്ങനെ എല്ലാം കൂടിയിട്ട് എക്സ്പ്രസ് റെയിൽഗാഡിക്ക് തേജ് ഗതി, ഒരു എക്സ്പ്രസ് റെയിൽവേ ട്രെയിൻ പോലെ അതിൻ്റെ സ്പീഡിൽ ഓർ ഭീഷൺ ഗർജന കെ സാത്ത് ഭയങ്കരമായിട്ടുള്ള ഗർജനത്തോടുകൂടി പറഞ്ഞ സൗണ്ടോടുകൂടി സീധി ഡലാൻ സെ നീച്ചെ ആത്തെ ഹുയെ ആ സ്ലോപ്പിൽ കൂടിയിട്ട്, ഡലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ്, ആ സ്ലോപ്പിൽ കൂടിയിട്ട് താഴെ വന്നു. ഹമാരെ ക്യാമ്പ് കോ തെഹസ് നെഹസ് കർ ദിയ, ഞങ്ങളുടെ ക്യാമ്പിനെ തെഹസ് നെഹസ് കർണ അങ്ങനെ നശിപ്പിച്ച് കളി, അതിൻ്റെ അർത്ഥം തകർത്ത് കളഞ്ഞു, ഞങ്ങളുടെ ക്യാമ്പിനെ തകർത്ത് കളഞ്ഞു. വാസ്തവമേ ഹർ വ്യക്തിക്കോ ചോട്ട് ലഗി തീ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും അവിടെയുള്ള എല്ലാവർക്കും ഇഞ്ചൂർഡ് ആയിട്ടുണ്ട്, എവിടെയെങ്കിലുമൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു. എക് ആശ്ചര്യ താ കി കിസിക്ക് മൃത്യു നഹി ഹുയി, ആശ്ചര്യത്തിൻ്റെ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആരും മരിച്ചില്ലായിരുന്നു. ഇത്രയും വലിയ പിണ്ഡങ്ങൾ, ഹിമപിണ്ഡങ്ങൾ, ഗ്ലേഷ്യറൊക്കെ വന്ന് വീഴാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, എന്നിട്ടും ആരും മരിച്ചില്ല. ലോബ്സാങ് अपनी स्विस ചുരി की मदद से हमारी तंबू का रास्ता साल हो गए. ലോബ്സാങ് എന്ന് പറയുന്ന ആൾ തൻ്റെ സ്വിസ് കത്തി, ചുരി എന്ന് വെച്ചാൽ കത്തി, സ്വിസ് കത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിസ് മെയ്ഡ് കത്തികൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ മൗണ്ടനിയറിങ്ങിനും അതുപോലുള്ള പല എക്സ്പ്ലോറേഷന് സൂട്ടബിളായിട്ട് ഉള്ള കത്തികളാണ്. അത് ഭയങ്കര ഫേമസ് ആണ് ആ ബ്രാൻഡ്. അപ്പം അങ്ങനെ ഒരു കത്തി കൊണ്ട് അതിൻ്റെ സഹായത്താൽ ഹമാരെ തമ്പുക്ക റസ്ത സാഫ് കർണിമേ സഫലോകെ, ഞങ്ങളുടെ ടെൻറ്റിലേക്കുള്ള വഴി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അയാൾ സഫലമായി. ഓർ തുരന്ത് ഹി അത്യന്ത് തേജി സേ മുझे ബച്ചാനെ കി കോശിഷ് മേ ലഗ് ഗയേ, പിന്നെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തോടുകൂടി എന്നെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളും തുടങ്ങി. തോടി സി ഭി തേർ കാ സീധ അർത്ഥ ഥ മൃത്യു, കുറച്ചെങ്കിലും വൈകിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മരണമായിരുന്നു. കാരണം എന്താണ്? പാറ പോലുള്ള മഞ്ഞുകട്ടകളുടെ അടിയിലായിരുന്നു അവർ കിടക്കുന്നുണ്ടായിരുന്നത്. ബഡെ ബഡെ ഹിമപിണ്ഡോങ്കോ മുഷ്കിൽ സെ ഹട്ടാത്തെ ഹുയെ, വലിയ ഹിമപിണ്ഡങ്ങളെ വളരെ കഷ്ടപ്പെട്ട് മാറ്റിക്കൊണ്ട് ഉന്നോനെ മേരെ ചാരോ തരഫ് കി കടേ ജമേ ബർഫ് കി ഖുദായി കി, അദ്ദേഹം എൻ്റെ 4 ഭാഗത്തും അടിഞ്ഞുകൂടി കിടക്കുന്ന ഐസിനെ കുഴിച്ചു മാറ്റി. खुदाई करना वरना डिगिंग, कुछ माटी, और मुझे उस बर्फ़ की कब्र से निकाल बाहर खींच लाने में सफल हो गए. എന്നിട്ട് ആ ഐസിൻ്റെ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ കബർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിമാടെന്നൊക്കെ പറയില്ലേ നമ്മൾ, കല്ലറ, നമ്മൾ ഡെഡ് ബോഡി കുഴിച്ചു മൂടില്ലേ, അതിനെയാണ് പറയുക കേട്ടോ. ആ കുഴിമാടത്തിൽ നിന്ന് എന്നെ വലിച്ചെടുക്കാൻ സഫലമായി എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ എന്തിൻ്റെ കുഴിമാടം? ബർഫ് കി ഖബ്ർ എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ കുഴിമാടം. നമ്മൾ സാധാരണ മണ്ണ് കൊണ്ടിട്ട് മൂടും, ഇതെങ്ങനെയായി? പിന്നെ ആളെ അടിയിൽ കിടത്തിയിട്ട് മുഴുവനും ഐസ് കൊണ്ടിട്ട് മൂടിയ പോലെ ആയില്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. സുബഹ തക് സാരെ സുരക്ഷാ ദൽ ആകത്തെ, രാവിലെ ആവുമ്പോഴേക്ക് എല്ലാ സുരക്ഷാ ദൽ ഗ്രൂപ്പുകളെല്ലാവരും വന്നിരുന്നു. ഓർ 16 मई को प्रातः 8 बजे तक हम प्रायः सभी ക്യാമ്പ് 2 पर पहुँच गए थे. പിന്നെ 16th മെയ്യിന് രാവിലെ 8 മണിയാവുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും രണ്ടാമത്തെ ക്യാമ്പ് 2 രണ്ടാമത്തെ ക്യാമ്പിൽ എത്തിയിരുന്നു. ജിസ് ഷേർപ്പ കി ടാങ് കി ഹഡ്ഡി ടൂട്ട് ഗയി തീ, ഏതോ ഒരു ഷേർപ്പയുടെ കാലിൻ്റെ എല്ല് ഒടിഞ്ഞിരുന്നു. അവരെ ഉസേ എക് ഖുദ് കി ബനായ സ്ട്രക്ചർ പർ ലിറ്റാക്കർ നീച്ചെ ലായേ, അവർ സ്വന്തം ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറിൽ കിടത്തിയിട്ട് താഴേക്ക് കൊണ്ടുവന്നു. ഹമാരെ നേതാ കർണൽ ഖുല്ലർ കെ ശബ്ദോമേ, കർണൽ ഖുല്ലർ അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, യഹ് ഇത്നി ഊഞ്ചായി പർ സുരക്ഷാ കാര്യ കാ എക് ജബർദസ്ത് സാഹസിക് കാര്യ താ, ഇത്രയും മുകളിലെത്തിയതിന് ശേഷം ഈ സുരക്ഷാ കാര്യങ്ങൾ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു വളരെ വലിയ സാഹസികത തന്നെയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. ജബർദസ്ത് സാഹസിക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പറഞ്ഞാൽ ഇത്രയും മുകളിൽ നിന്ന് ഇയാളെ പിന്നെ താഴത്തേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. सभी 9 पुरुष सदस्यों के चोटों अथवा टूटी हड्डियों आदि के कारण बेस ക്യാമ്പ് में भेजना पड़ा. പിന്നെ ബാക്കി 9 പുരുഷന്മാരുടെ
ചോട്ടോ അവർക്ക് ഇഞ്ചുറായത്, അവർക്ക് മുറിവേറ്റതും പരിക്കേറ്റതും പിന്നെ ടൂട്ടി ഹഡ്ഡിയോ പറഞ്ഞ എല്ല് പൊട്ടിയതുമായിട്ടുള്ള ആൾക്കാരുടെ കാരണത്താൽ ബേസ് ക്യാമ്പ് ഭേജനപ്പെട, അവരെയൊക്കെ ബേസ് ക്യാമ്പിലേക്ക് അയക്കേണ്ടി വന്നു. തബി കർണൽ കുല്ലർ മേരി തരഫ് മുഡ്കർ കഹനയിലേക്ക്, കർണൽ കുല്ലർ അപ്പോൾ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ക്യാ തും ഭയഭീത്തി, നീ പേടിച്ചിട്ടുണ്ടോ, എന്താ നിനക്ക് പേടിയുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ജി ഹാ, അപ്പോൾ അതേന്ന് പറഞ്ഞു. ക്യാ തും വാപ്പിസ് ജാനാ ചാഹോഗി, നീ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കർണൽ ചോദിച്ചു. നഹി, മെനെ ബിനാ കിസി ഹിച്കിച്ചാഹട്ട് കെ ഉത്തർ ദിയ, ഇല്ല എന്ന് ഞാൻ ഒരു സങ്കോചവും കൂടാതെ പറഞ്ഞു എന്ന് ബചേന്ദ്രി പാൽ പറഞ്ഞു. ഹിച്കിച്ചാഹട്ട് എന്ന് പറഞ്ഞാൽ ഹെസിറ്റേറ്റ് ആവുക, സങ്കോചം. ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ.